ഹലോ മകളെ, 9ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എജുപോർട്ടിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എല്ലാ കുട്ടികളും പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മളെ സമീകരണ സമവാക്യം അല്ലെങ്കിൽ ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. അതിന് ഉള്ള ഏറ്റവും എളുപ്പം, അത് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് തരിക. എന്നിട്ട് നമ്മളോട് പറയും എന്ത്, ബാലൻസ് ചെയ്യാൻ, ഒന്ന് സമീകരിക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുക. അതായത് ഈ ആരോയുടെ ഇടതുവശവും ആരോയുടെ വലതുവശവുമായിട്ട് തിരിക്കുക. അതായത് ഈ ആരോയുടെ ഇപ്പുറത്തുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. ആരോയ്ക്ക് അപ്പുറത്തുള്ള ആ ഒരു സൈഡിനെയാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് റൈറ്റിലേക്കും ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റിലേക്കും വരും. ഓക്കെ ആണോ? റെഡി? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാ, ഈ ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം, മഗ്നീഷ്യം ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. റെഡി അല്ലേ? റെഡി. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയാണോ ഉള്ളത് അതെല്ലാം കൂടി ചേർന്നിട്ടാണ് റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ലെഫ്റ്റ് എന്നും കൊടുക്കുന്നു, ഇവിടെ റൈറ്റ് എന്നും കൊടുക്കുന്നു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ആറ്റങ്ങളുടെ എണ്ണമാണ്. അതായത് പേടിക്കൊന്നും വേണ്ട, ലെഫ്റ്റ് സൈഡിൽ എത്ര മഗ്നീഷ്യം ഉണ്ട്? ഇവിടെ ഒരു മഗ്നീഷ്യം മാത്രമേ കാണുന്നുള്ളൂ, അത് 1 എന്ന് എഴുതി. ഇനി ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ കാണുന്നുണ്ട് നോക്കുക, അത് 2 എണ്ണം ഉണ്ട്, O2. റെഡിയാണല്ലോ? ഇനി നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പോവാണ്. റൈറ്റ് സൈഡിലെ മഗ്നീഷ്യം എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1. റെഡിയല്ലേ? ഇനി റൈറ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 1. ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലെ നമ്പറും റൈറ്റ് സൈഡിലെ നമ്പറും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ബാലൻസിങ് കൃത്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലെ. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ ലെഫ്റ്റ് മഗ്നീഷ്യത്തിന്റെ കാര്യമാണെങ്കിൽ ഈ ഒരു ഇവിടെ നമ്മളൊരു കള്ളി വരയ്ക്കുകയാണ് അല്ലെ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 1. ഓക്സിജൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ 1 അല്ലെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മഗ്നീഷ്യത്തിന്റെ കേസ് ആണെങ്കിൽ റെഡിയാണ്, ഒരു പ്രശ്നവുമില്ല, 1, 1. എന്നാൽ ഓക്സിജന്റെ കേസിൽ എന്താണ് മക്കളെ? ഇവിടെ 2ഉം ഇവിടെ 1ഉം ആണ്. അങ്ങനെ പാടുണ്ടോ? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 വരണ്ടേ? അപ്പോ ഇത് എന്തല്ല, ഈ ഒരു ഇക്വേഷൻ എന്തല്ല, ബാലൻസ് അല്ലെങ്കിൽ സമീകരിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 അല്ലെ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 വന്നിരുന്നെങ്കിൽ എന്താണ്, ഇത് ബാലൻസിങ് ആണ് എന്ന് പറയാം. പക്ഷേ ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ബാലൻസിങ് അല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതായത് ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1. അതുകൊണ്ട് ഈ ഒരു ഓക്സിജന്റെ കാര്യം കുറച്ച് കട്ടപ്പോകുകയാണ്. എന്നാൽ നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയോളൂ. ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ആക്കിയാൽ പോരെ, പ്രശ്നം തീർന്നല്ലോ. നോക്കൂ, ഈ 1നെ നമുക്ക് എങ്ങനെ 2 ആക്കി മാറ്റാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒന്നിനെ നമുക്ക് എങ്ങനെ 2 ആക്കി മാറ്റാം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിൾ. ഈ 1നെ ജസ്റ്റ് 2 കൊണ്ടൊന്ന് ഗുണിച്ചാ പോരെ. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യൂ, എന്താണ് ഇപ്പൊ ഇവിടെ ചെയ്തെന്ന് നോക്കാം. അതായത് റൈറ്റ് സൈഡിലെ ഓക്സിജനെ എത്ര കൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു അല്ലെ. ഇപ്പൊ റൈറ്റ് സൈഡിൽ ഓക്സിജൻ അറിയുമ്പോൾ ഇതല്ലേ മക്കളെ റൈറ്റ് സൈഡിൽ ഓക്സിജൻ. ആ റൈറ്റ് സൈഡിലെ ഓക്സിജനെ 2 കൊണ്ട് ഗുണിച്ചു തന്നാൽ അടിയിലൊന്നും 2 ഇടാൻ പാടില്ല. നമുക്ക് ആകെ ഈ നമ്പർ എഴുതാൻ പറ്റുന്നത് ഈ ഇടത്ത് സൈഡിലാണ്. ഇവിടെ ഒരു 2 ഇട്ടാൽ, ഇവിടെ 2 എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ മക്കളെ? 2 ഓക്സിജൻ എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. പക്ഷേ ഇവിടെ വേറൊരാൾ മാറി, ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ ഈ 2 മഗ്നീഷ്യത്തിനും സ്വന്തമാണ്, ഓക്സിജനും സ്വന്തമാണ്. അപ്പോൾ ഇതൊക്കെ ഓക്സിജന്റെ ഓക്കെ റെഡിയായി. ഇവിടെ നമുക്ക് വെട്ടിയിട്ട് വേണമെങ്കിൽ 2 എഴുതാം. പക്ഷേ അതേസമയം ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ മഗ്നീഷ്യവും 2 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതങ്ങോട്ട് വെട്ടി ഇവിടെയും 2 ആക്കുന്നു അല്ലെ. മൊത്തം കൊളായോ? ഇല്ല. അടിയിലുള്ളത് 2ഉം ക്ലിയർ ആയി, പക്ഷേ മുകളിലുള്ളത് ക്ലിയർ ആയില്ല അല്ലെ. അവിടെ 2ഉം ഇവിടെ 1ഉം ആയിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1നെയും 2 ആക്കി മാറ്റണം. എങ്ങനെ മാറ്റാം? × 2 ചെയ്താൽ പോരെ.
അല്ലെ? എവിടെയാണ് നമ്മൾ ഇൻറ്റു 2 ഇട്ടത്? ലെഫ്റ്റ് സൈഡിലെ മെഗ്നീഷ്യത്തിനെ 2 കൊണ്ട് ഗുണിച്ചു. ലെഫ്റ്റ് സൈഡിലെ മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അല്ലെ? അതിനെങ്ങനെ 2 കൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അടിയിലല്ല ഇടേണ്ടത്, 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇടുക. ഓക്കെ, നിങ്ങൾ നോക്കി, മൊത്തം നോക്കി, ഇതാ ഇവിടെ നമുക്ക് 2 എഴുതാം. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ 2 എല്ലാം എന്തായി? ബാലൻസ്ഡ് ആയി എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, കൃത്യമായിട്ട് നമ്മൾ ഇവിടെ നോക്കി നിങ്ങൾ. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് 2HCl എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2HCl എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് 2 H ഉണ്ട്. 2H അതേപോലെ തന്നെ 2Cl. എടാ, ഈ 2 എന്ന് പറയുന്നത് ഹൈഡ്രജനും സ്വന്തമാണ്, ക്ലോറിനും സ്വന്തമാണ്. ഈ ഒരൊറ്റ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ബൾബ് പോലെ പ്രകാശിച്ചു കഴിഞ്ഞാൽ എന്താണ് സമീകരണ സമവാക്യം അല്ലെങ്കിൽ ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രശ്നമേ അല്ല. ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാനുള്ള രീതിയാണ് മക്കൾക്ക് പറഞ്ഞു തന്നത്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ബാലൻസിങ് നമുക്ക് അടിപൊളിയാക്കി എഴുതാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും അയക്കാൻ മറന്നു പോരുത്. ഇനി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.